വാട്സപ്പിൽ മാത്രമാണ് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നത്. എന്തായാലും അതെല്ലാം നല്ല ചില അനുഭവങ്ങളായിരുന്നു. അത്രയും മനോഹരമായ ഒരു നാട്ടിൽ ഭീകരാക്രമണം നടന്ന സ്ഥലമൊക്കെ കാണുമ്പോൾ അതിനകത്ത് സങ്കടം വരും. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് 78 വർഷം പൂർത്തീകരിച്ചു. ഇതുവരെ മക്കളെ 78 വർഷം പൂർത്തീകരിച്ചു. ഇന്ത്യക്ക് 78 വയസ്സായി അല്ലേ? അപ്പൊ ഇന്ത്യ ഇന്നൊരു നമ്മുടെ രാജ്യം ഇന്ന് ഒരു മുത്തശ്ശി ഒക്കെ ആയി നിൽക്കുക അല്ലേ? പക്ഷെ ഭയങ്കര ഒരുപാട് നേട്ടങ്ങൾ രാജ്യം സാങ്കേതിക രംഗത്തൊക്കെ കൈവരിക്കുമ്പോഴും പാവപ്പെട്ട മനുഷ്യരുടെ എണ്ണം ക്രമാതീതമായി കൂടുകയാണ് എന്ന് ഒരു അപ്രിയ സത്യം, സമത്വം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നിട്ടുള്ള അപ്രിയ സത്യങ്ങൾ നമ്മൾ പല യാത്രകളിലും, കേരളം പോലെയല്ല പല യാത്രകളിലും മനസ്സിലാക്കും. ഞാൻ ജസ്റ്റ് പോയിട്ട് വന്നൊരു സമയത്തായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, നല്ല അനുഭവങ്ങൾ, ഒപ്പം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അത് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറ്റൊരു അവസരത്തിൽ ശക്തി സ്കൂളിൽ മറ്റൊരു അവസരത്തിൽ ഇന്ത്യൻ ഹൗസ് ആർട്ട് ഫെസ്റ്റ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അടിച്ചുപൊളി നടക്കുക അല്ലേ? 13, 14, ഇന്ന് 15-ാം തീയതി ഗ്രീൻ യെല്ലോയും റെഡും ഒക്കെ. ഈ ഹൗസുകളെല്ലാം തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിരുന്നോ? അവര് പറയട്ടെ, അവരുടെ സൗണ്ട് കേൾക്കട്ടെ. അമ്മയോടൊന്ന് അറിയില്ലേ പറയട്ടെന്നേ, ഇത് അവരുടെ ദിവസമല്ലേ. ഒരു കാര്യത്തിലും അനാവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനാവശ്യമായിട്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ട. ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്നുവെന്ന് നമുക്ക് തോന്നിയാൽ അതെന്താ വെച്ചാൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു അനാവശ്യമായ കാര്യമാണ് അല്ലേ? പിന്നെ ആവശ്യമുള്ള ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന അനാവശ്യം, അത്തരം കാര്യങ്ങളിലൊക്കെ മാത്രം നമ്മൾ ചെറിയ റെസ്ട്രിക്ഷൻ കൊടുത്താൽ മതി. ബാക്കി വിശാലമായ ലോകം ഇവരുടെയാണ്. നാളെ ഇവിടെ നമ്മളെയൊക്കെ നയിക്കേണ്ടവരൊക്കെ അല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ അഭിലാഷ് ടീച്ചർ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചു. ഒപ്പം നമ്മുടെ വാർഡ് മെമ്പർ KR രാജേഷാണ് ഈ പരിപാടിയെ പറ്റി ആദ്യം തന്നെ എന്നോട് പറഞ്ഞു. ഒപ്പം നമ്മുടെ മാനേജർ, ഇത്രയും ഭംഗിയായി സ്കൂളിൽ കൊണ്ടുപോകുന്ന വിജയൻ സാർ മാനേജർ ഇവിടെയുണ്ട്. അതുപോലെ മദർ PTA പ്രിയപ്പെട്ട രാജി അനിൽകുമാർ ഇവിടെയുണ്ട്. PTA വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ശ്രീമതി ബുഷ്ര ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ ഇതിന് ഈ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഭാരവാഹികളുണ്ട്. വളരെ നിങ്ങളെ കുട്ടികളെ പോലെ തന്നെ അവരുമൊക്കെ വളരെ ആക്റ്റീവാണ്. ഞാൻ എപ്പോഴും വരുമ്പോൾ നമ്മുടെ നാട് എപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടാലും പ്രയാസം വന്നാലും ഒക്കെ ഇവിടുത്തെ കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെയുള്ള കളക്ഷൻസും ഒക്കെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് തരുന്നതിനും ഒക്കെ ഒരു മടിയുമില്ലാത്ത മാനേജ്മെന്റ് കൂടിയാണ്. പ്രിയപ്പെട്ട സെക്രട്ടറി ട്രസ്റ്റ് ചന്ദ്രൻ നായർ സാറുണ്ട്. അതുപോലെ വൈസ് ചെയർമാൻ ലക്ഷ്മൺ സാറുണ്ട്. ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ജയചന്ദ്രപിള്ള സാറുണ്ട്. ട്രസ്റ്റ് മാനേജർ നായർ സാറുണ്ട്. വൈസ് പ്രിൻസിപ്പൽ ലേഖ ടീച്ചറുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ സിന്ധു മാഡം. അതുപോലെ തന്നെ നമ്മുടെ